കള്ളിൽ അനുവദനീയമായ ആൽക്കഹോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. വാർത്ത വിശദമായി. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കള്ളിൽ അനുവദനീയമായ ആൽക്കഹോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. നിലവിൽ 8.13% കള്ളിൽ അനുവദനീയമായ ആൽക്കഹോളിന്റെ അളവ്. ഇത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോമളൻ എന്ന വ്യക്തി സംസ്ഥാന സർക്കാരിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പഠനത്തിനായി കേരളത്തിന് 4 മാസത്തെ സമയമാണ് കോടതി അനുവദിച്ചത്. ഈ സമയത്തിനുള്ളിൽ വിശദമായ പഠനം നടത്തി കോടതിയെ വിവരം ധരിപ്പിക്കണം. കേസ് 4 മാസത്തിനു ശേഷം വീണ്ടും പരിഗണിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളം കള്ളിലെ ആൽക്കഹോളിന്റെ അംശം സംബന്ധിച്ച് തീരുമാനമെടുക്കുക. നേരത്തെ കള്ളിലെ ആൽക്കഹോൾ ശതമാനം പുനഃപരിശോധിക്കണമെന്ന ഹർജിയെ കേരളം എതിർത്തിരുന്നു. കേരള സർവകലാശാലയിലെ TN അനിരുദ്ധൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കള്ളിൽ ആൽക്കഹോളിന്റെ അംശം വർദ്ധിപ്പിക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. തേങ്ങയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളിൽ 9.59%, സാഗോ പനയിൽ നിന്ന് എടുക്കുന്ന കള്ളിനെ 8.24%, സാധാ പനങ്കള്ളിനെ 8.13% ആൽക്കഹോൾ അളവ് കൂട്ടണമെന്നായിരുന്നു സമിതിയുടെ നിർദ്ദേശം. എന്നാൽ കള്ളിൽ 8.1%-ലധികം ആൽക്കഹോൾ കാണുന്നത് ഏതെയിൽ ആൽക്കഹോൾ അധികമായി ചേർക്കുന്നത് കൊണ്ടാണ് മാത്രമാണെന്ന് കേരളം വാദിച്ചു. കള്ളിൽ ചാരായമായോ സ്പിരിറ്റ് പോലെ വാറ്റിയെടുത്ത മദ്യത്തിന്റെ രൂപത്തിലോ ഏതെയിൽ ആൽക്കഹോൾ കള്ളിൽ ചേർക്കുന്നത് പ്രകൃതിദത്തമായ ദ്രാവകത്തിലെ വിദേശ പദാർത്ഥമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും സംസ്ഥാനം കോടതിയെ അറിയിച്ചു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സ്പെസിഫിക്കേഷൻ കള്ളിലെ ഏതെയിൽ ആൽക്കഹോൾ അംശം 20 ഡിഗ്രി സെൽഷ്യസിൽ 5 മുതൽ 8% വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നും സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. ഇതുകൂടാതെ ഈസ്റ്റ് ആഫ്രിക്കയിലെ നാളികേര ഗവേഷണ സ്ഥാപനത്തിന്റെ മുൻ ഡയറക്ടർ R. ചൈൽഡിന്റെ പുസ്തക പ്രകാരം കള്ളിൽ ആൽക്കഹോളിന്റെ അളവ് 33 മണിക്കൂറിന് ശേഷം 8.1% എത്തുമെന്ന് പരാമർശിച്ചിട്ടുണ്ടെന്നും കേരളം വ്യക്തമാക്കി. പാനൽ റിപ്പോർട്ട് കള്ളിൽ 9.59% ആൽക്കഹോൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റെല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് മദ്യത്തിന്റെ അളവ് 8.1%-ൽ കവിയാൻ പാടില്ല എന്നാണെന്നും കേരളം വാദിച്ചു. തുടർന്ന് വിഷയത്തിൽ ആഴത്തിലുള്ള പഠനം ആവശ്യമാണെന്നും കേരളം നിലപാട് എടുക്കുകയായിരുന്നു. കള്ളിന്റെ വീര്യം നിർണ്ണയിക്കുന്നതിന് മുൻപ് സമഗ്രമായ ഒരു പഠനം അനിവാര്യമാണെന്നും ഇത് പൊതുജനാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണെന്നും കേരളം കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് കേരളത്തിന് വിശദമായ പഠനത്തിന് കോടതി അനുമതി നൽകിയത്.